ദുബായിൽ ജോബ് കിട്ടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്സ്. അപ്പോൾ ജോബ് നോക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു CV, നല്ലൊരു റെസ്യൂമി നമുക്ക് ഫസ്റ്റ് വേണം കേട്ടോ. നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നല്ലൊരു CV ഉണ്ടാക്കലാണ് ഫസ്റ്റത്തെ നമ്മുടെ ടാസ്ക്. ഓക്കെ, രണ്ടാമത്തെ മെയിൻ ടാസ്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് കുറേ കണക്ഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ജോബ്, ഇപ്പോൾ ഒരു IT മേഖലയിലാണ് ഒരാൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ IT ഫീൽഡിലുള്ള കമ്പനികൾ നമ്മൾ അതിന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യണം, അവരെ ഫോളോ ചെയ്യണം. അപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അവർ എല്ലാ കമ്പനികളും ആദ്യം അവരുടെ ജോബ് റിക്വയർമെൻറ്റ് പോസ്റ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ മുഖേനയാണ്. സോ നമ്മൾ മസ്റ്റായിട്ടും ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ കുറേ കണക്ഷൻസ് നമ്മൾ അങ്ങനെ എടുക്കണം. കുറേ നമ്മൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമ്പനികൾ നമ്മൾ ഫോളോ ചെയ്ത്, അവിടെ ഇപ്പോൾ നമുക്ക് മലയാളികൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അയക്കില്ലേ ഫേസ്ബുക്കിലേക്കും, അതേപോലെ അവരായിട്ട് നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചാൽ അവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റും ഡയറക്റ്റ്. അപ്പോൾ നമുക്ക് അവരോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ഇപ്പോൾ ജോബിന് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഇവിടെ വന്ന് ഓരോ കമ്പനിയിലും പോയി ഡയറക്റ്റ് പോയി ഇവിടെ ജോബ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അത് അവർ തന്നെ പറയും, നമ്മൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻറ്റീരിയൽ വഴി നമ്മൾ അറിയിക്കുക, അല്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം വന്ന സമയത്തേക്കും ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് ഓരോ ഓഫീസിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ പറയാം, നമ്മുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യൂ, നമ്മൾ CV വാങ്ങണില്ല, അങ്ങനെ കുറേ കമ്പനികൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ മുഖേന നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ നോക്കാം, നമ്മുടെ CV ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇൻ്റർവ്യൂ കോളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഡയറക്റ്റ് കമ്പനിക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് റെഫറൻസ് മുഖേന നല്ല ചാൻസ് ഉണ്ട് ജോബ് കിട്ടാൻ. അതായത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. റെഫറൻസ് മുഖേന ജോബ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ജോബ് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ CV അയച്ചിട്ട് കൊടുത്തിട്ട്, ഞാൻ എന്താണ് പഠിച്ചിരിക്കുന്നത്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ജോബ് കിട്ടുകയാണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, അവർ മുഖേന നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. മൂന്നാമത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മൾ ഇവിടെ വന്നാലും ദിവസം 50 കമ്പനിക്ക് വേണ്ടി നമ്മൾ ഡെയിലി നമ്മൾ CV അയച്ചിടണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ദുബായിൽ ജോബ് കിട്ടാൻ ചാൻസ് കൂടുതൽ സെയിൽസ് ഫീൽഡിലായിരിക്കും കേട്ടോ. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വാക്കിംഗ് ഇൻ്റർവ്യൂസ് മുഖേന നമുക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ലിങ്ക്ഡിനിൽ നല്ലപോലെ ആക്റ്റീവ് ആയാൽ തന്നെ നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഇന്നലെ ഒരു ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, IT ഫീൽഡിലാണ്, അപ്പോൾ ഫ്രഷറായിട്ട് എനിക്ക് വന്ന് ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വർഷത്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു വർഷത്തെങ്കിലും ഒരു എക്സ്പീരിയൻസോട് കൂടി നമ്മൾ ഇവിടേക്ക് വരുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നമുക്ക് നല്ലത്. നമുക്കപ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ കൂടുതലായിരിക്കും. ഫ്രഷർ എന്ന് പറയുമ്പോൾ അവർ നമ്മളെങ്ങനെ പതുക്കെ ഇങ്ങനെ തഴുകും, അത് ഏത് സ്ഥലത്തായാലും അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടണമെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു വാല്യൂ അത് വേറെയാണ് കേട്ടോ. അപ്പോൾ ഒരു 1 ഇയർ നമുക്ക് എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ജോബ് അന്വേഷിച്ച് വരാൻ പറ്റിയ സമയമാണ് കേട്ടോ ഈ സമയം. ഒരു മാർച്ച് വരെ, അടുത്ത വർഷം മാർച്ച് വരെയുള്ളൊരു സമയം അടിപൊളിയാണ്. ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാലുണ്ടല്ലോ, സമ്മറിൻ്റെ മിഡിൻ്റെ നടുവിലുള്ള ഒരു സമയമാണ് കേട്ടോ. മാക്സിമം ഈ സമയത്ത് വന്നിട്ട് നിങ്ങൾ ജോബ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാവർക്കും വേഗം ജോലി കിട്ടട്ടെ. താങ്ക് യു.